ഞാനിപ്പോൾ എത്ര നാളായി അതിൻ്റെ പിന്നാലെ നടക്കുന്നു. വെറുതെ സമയം കളഞ്ഞതല്ലാതെ ഒരു പ്രയോജനം ഇതുവരെ ഉണ്ടായില്ല. ഇനി അത് വിട്ടേക്കാം അമ്മേ. പക്ഷേ ഈ വർഷം ബാക്കി പ്രോജക്റ്റുകളിൽ നിന്ന് കിട്ടുന്ന ലാഭം എല്ലാം കൂടി കൂട്ടിയാലും കമ്പനിയുടെ നഷ്ടം നികത്താൻ പറ്റുമെന്ന് അറിയില്ല. സാരമില്ല മോനെ, നീ ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ബിസിനസ് ആവുമ്പോൾ ലാഭവും നഷ്ടവും ഒക്കെ ഉണ്ടായെന്നിരിക്കും. അതെ, ആദർശേട്ടൻ വെറുതെ ഇനി സംഭവിച്ചതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അതൊക്കെ ഓരോ സമയദോഷം വന്നപ്പോൾ സംഭവിച്ചതാണെന്ന് കരുതി മറക്കാം. അമ്മ പറഞ്ഞതുപോലെ ഈ വർഷം കുറച്ച് നഷ്ടങ്ങൾ ഉണ്ടായാലും അതൊക്കെ നമുക്ക് അടുത്ത പ്രോജക്റ്റുകളിൽ ലാഭം ഉണ്ടാക്കി തിരിച്ചു പിടിക്കാം. അതെ, ഈശ്വരാനുഗ്രഹം കണ്ട് ഈ ഒരു പ്രോജക്റ്റിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് കരുതി കമ്പനി നിന്നുപോകുന്ന അവസ്ഥയൊന്നുമില്ലല്ലോ. അതില്ല. എന്നാലും തോൽവികൾ എപ്പോഴും തോൽവികൾ തന്നെ അമ്മേ. അതങ്ങനെ അങ്ങ് അംഗീകരിച്ചു കൊടുക്കാൻ മനസ്സനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് പറ്റാവുന്നത്രയും തിരിച്ചു പിടിക്കാൻ ഒരു ശ്രമം ഞാൻ നടത്തി നോക്കിയത്. നിന്നെ കൊണ്ടാവും പോലെ നീ ശ്രമിച്ചല്ലോ. നമ്മുടെ കഴിവിനും തീരുമാനങ്ങൾക്കും അപ്പുറം ഈശ്വരൻ ഒരു വിധി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതേ നടക്കൂ. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ വേണ്ടി ഞാൻ എന്ത് തെറ്റാ ഈശ്വരനോട് ചെയ്തെന്ന് എനിക്കറിയില്ല. എന്തായാലും വല്ലാത്തൊരു വിധിയായി പോയത്. നീ തെറ്റ് ചെയ്തിട്ട് ഈശ്വരൻ ശിക്ഷിച്ചതാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇതൊക്കെ ഓരോ സമയദോഷം കൊണ്ട് സംഭവിക്കുന്നതാണ്. മനുഷ്യർ മറ്റുള്ളവരെ പറ്റിച്ചും വഞ്ചിച്ചും ജീവിക്കാൻ തുടങ്ങിയ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലമ്മേ. എത്രയൊക്കെ ശ്രദ്ധിച്ചാലും അറിവും വിവരമുള്ളവർ പോലും പലരുടെയും ചതികളിൽ ചെന്ന് ചാടും. ജോലി ചെയ്യാതെ പണം സമ്പാദിക്കാൻ പല തരത്തിലുള്ള കെണികളും ഉണ്ടാക്കി വെച്ച് മനുഷ്യർ അവസരത്തിനായി കാത്തിരിക്കുകയാണ്. അത് കിട്ടുമ്പോൾ അവർ നമ്മളെ വഞ്ചിക്കും. അന്ന് ഞാൻ കുറെ കൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഇനിയിപ്പോൾ കഴിഞ്ഞതിനെ കുറിച്ച് പറഞ്ഞ് വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. പോയത് പോയി. മനസ്സുകൊണ്ട് ഇനി അത് അംഗീകരിച്ചേ പറ്റൂ. വേറെ വഴിയില്ല. ഈ വിഷമങ്ങൾക്കിടയിലും സന്തോഷിക്കാൻ ആകെ കിട്ടിയത് മീര ഉണ്ടാക്കിയ നേട്ടമാ. കുറഞ്ഞ റേറ്റിന് കൊട്ടേഷൻ കൊടുത്ത് പിടിച്ച പ്രോജക്റ്റ് ഉറപ്പായിട്ടും നഷ്ടമാവുന്ന ഉറപ്പിച്ചാണ് മീര അത് ഏൽപ്പിച്ചത്. എന്നിട്ടും മീര അത് ലാഭത്തിലെത്തിച്ചു. ആണോ? കൊള്ളാം മോളെ, നന്നായി. ആ പ്രോജക്റ്റ് നഷ്ടമായിരിക്കുമെന്ന് ഞാനും മനസ്സുകൊണ്ട് ഉറപ്പിച്ചതാ. ഇപ്പോൾ അത് ലാഭമായി എന്ന് കേൾക്കുന്നത് വലിയ സന്തോഷം തന്നെയാ. ആദർശ് പോലും പരാജയപ്പെട്ടെടുത്ത് മീരയ്ക്ക് വിജയിക്കാൻ സാധിച്ചല്ലോ. ആദർശ് പോലും പരാജയപ്പെട്ടെടുത്ത് മീരയ്ക്ക് വിജയിക്കാൻ സാധിച്ചല്ലോ. ഇത് എന്റെ വിജയമൊന്നും അല്ല. ഈശ്വരാനുഗ്രഹം കൊണ്ടും കൂടെ നിന്ന് സഹായിച്ചവരുടെ അധ്വാനം കൊണ്ടും ഒക്കെ എങ്ങനെയൊക്കെയോ സംഭവിച്ചതാ. എങ്ങനെയായാലും റിസൾട്ട് ഉണ്ടായല്ലോ, അതാണ് വലിയ കാര്യം. നീ യാത്ര കഴിഞ്ഞ് വന്നല്ലേ, ചെന്ന് ഫ്രഷ് ആക്, എന്നിട്ട് വന്ന് ആഹാരം കഴിക്കേ. ഞാൻ കഴിച്ചായിരുന്നു അമ്മേ. നല്ല ക്ഷീണമുണ്ട്. കുളിച്ചിട്ടൊന്ന് ഉറങ്ങണം. വാ മീര. ഹലോ. അതെ, പറഞ്ഞോളൂ. നാലഞ്ച് പേര് മരിച്ചെന്നോ? സൂരജ് ആ വണ്ടിയിൽ ഉണ്ടായിരുന്നു ഉറപ്പാണോ? എന്താ ആദർശേട്ടാ? അത് സൂരജ് സൈറ്റിൽ നിന്ന് നാട്ടിലേക്ക് വരികയായിരുന്നു. അതുകൊണ്ട് എന്താ? അവിടെ നിന്ന് വന്നൊരു ബസ് ആക്സിഡന്റ് ആയിട്ടുണ്ടെന്ന് കേൾക്കുന്നത്. അതിൽ സൂരജ് ഉണ്ടായിരുന്നു പറയുന്നു. സൂരജിന് എന്തെങ്കിലും പറ്റിയോ ആദർശേട്ടാ? എന്താ അറിഞ്ഞത്? എന്താണെങ്കിലും എന്നോട് പറ. ഇല്ല മീര, ഒന്നും അറിഞ്ഞിട്ടില്ല. സൂരജിനെ കയറ്റി വിട്ടത് അപകടത്തിൽപ്പെട്ട അതേ വണ്ടിയിലാണെന്നാ സൈറ്റിലെ സൂപ്പർവൈസർ പറഞ്ഞത്. അതല്ലാതെ
സൂരജിന് എന്തെങ്കിലും സംഭവിച്ചു എന്നതിനെ കുറിച്ചൊന്നും ഒരറിവും കിട്ടിയിട്ടില്ല. സൈറ്റിൽ നിന്നും അവരെല്ലാം അപകടം നടന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അധികം ദൂരമില്ലെന്നാണ് പറഞ്ഞത്. അവരെപ്പോ എത്തും? എന്തായാലും 2-3 മണിക്കൂർ എടുക്കും. അവർക്ക് പോലീസ് സ്റ്റേഷനിലോട്ടോ മറ്റോ വിളിച്ച് ചോദിച്ചാൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റില്ലേ? ആ വഴിക്കൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ അറിവൊന്നും കിട്ടിയിട്ടില്ല. ഭഗവാനെ, കൃഷ്ണ, സൂരജിന് ആപത്തൊന്നും സംഭവിക്കരുതേ. ആർക്കും വലിയ ആപത്തൊന്നും ഇല്ലാതെ രക്ഷപ്പെടണേ. വിദ്യ ഇവിടെ ഉള്ളതുകൊണ്ട് ഒട്ടും മനസ്സിലാതെയാവും സൂരജ് ഇവിടെ നിന്ന് അവിടേക്ക് ജോലിക്ക് പോയത്. അതിനെല്ലാം ഒരു പരിധി വരെ നമ്മളും കാരണക്കാരാ. അതെങ്ങനെ മീര? ഹരിയെങ്കിലും ബീനാന്റിയും പറഞ്ഞിട്ടല്ലേ നമ്മൾ സൂരജിനെ അങ്ങോട്ട് മാറ്റിയത്. അപകടങ്ങൾ ആർക്ക് എവിടെ വെച്ച് വേണമെങ്കിലും സംഭവിക്കാം. അതിന് നിമിത്തങ്ങളാകുന്ന കാരണങ്ങളൊന്നും ആരും മനഃപൂർവ്വം ചെയ്യുന്നതല്ലോ. ശരിയാണ്. എന്നാലും സൂരജ് കുഴപ്പമൊന്നുമില്ലാതെ തിരിച്ചെത്തിയെന്ന് അറിയുന്നത് വരെ ഒരു സമാധാനം ഉണ്ടാവില്ല. ഞാൻ ഇക്കാര്യം തന്റെ വീട്ടിൽ എങ്ങനെ അറിയിക്കുന്നുള്ള ടെൻഷനില്ല. സൈറ്റിൽ നിന്നുള്ളവരൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞ് ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം വീട്ടിൽ അറിയിച്ച പോലെ ആദർശേട്ടാ. ഇപ്പൊ തന്നെ ഇത് വലിയ ന്യൂസ് ആയിട്ടുണ്ടാവും. ചാനലിലോ മറ്റോ കണ്ട് അവരെല്ലാം അറിഞ്ഞാൽ നമ്മൾ പറയാതിരുന്ന് പിന്നെ വലിയ പ്രശ്നമാവും. അത് മാത്രമല്ല, എത്രയും പെട്ടെന്ന് സൂരജിന്റെ കാര്യങ്ങൾ അറിയാൻ അങ്ങോട്ട് പോകണം. അങ്കിളിനെ വിവരം അറിയിച്ച് കൂടെ കൊണ്ടുപോകും വേണം. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്കിളിനെ വിളിച്ച് കാര്യം പറയുന്നത് നല്ലത്. എങ്കിലും ആദർശേട്ടൻ അച്ഛനെ വിളിച്ച് വിവരം അറിയിക്കേ. ഞാൻ ഉടനെ തന്നെ ബീനാമ്മയുടെ അടുത്തേക്ക് പോവാം. ആദ്യം ഞാൻ അങ്കിളിനൊന്ന് വിളിക്കട്ടെ. അതിനുശേഷം എന്താ വേണ്ടെന്ന് തീരുമാനിക്കാം. ആദർശേ. അങ്കിളെ, അത് ഒരു എന്താ ആദർശേ? നമ്മുടെ സൂരജ് ഇന്ന് നാട്ടിലേക്ക് വരാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ സൂരജ് കയറി വണ്ടി വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് ആയെന്ന് പറയുന്നു. അയ്യോ, എന്നിട്ട്? കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല. നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകണം. ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ പറയാം. ബാംഗ്ലൂർ എയർപോർട്ടിൽ ചെന്ന് നമുക്ക് കമ്പനി വണ്ടിക്ക് പോവാം. അങ്കിൾ റെഡി ആയിട്ട് നിൽക്കുക. ഞാനിപ്പോൾ അങ്ങോട്ട് വന്ന് പിക്ക് ചെയ്യാം. ആദർശ് ഇപ്പം ഇങ്ങോട്ട് വന്നാ ബീനി ഇപ്പം അറിഞ്ഞാൽ അത് ശരിയാവില്ല. അതുകൊണ്ട് ആദർശ് ഇങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് വരാം. എയർപോർട്ടിൽ പോകുന്ന വഴി വെച്ച് കാണാം. ശരി അങ്കിളെ. ശരി മോനെ. താൻ ആ മാർട്ടിനെ വിളിച്ച് 2 ടിക്കറ്റ് എടുക്കാൻ പറ. റേറ്റ് ഒന്നും നോക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ വേഗം റെഡി ആവട്ടെ. നിൽക്കുന്നതുകൊണ്ടാണല്ലോ ഇതെന്താ പെട്ടെന്ന് റെഡിയാവുന്നേ? ഞാൻ പെട്ടെന്നൊരു മീറ്റിംഗ്, അതിനുവേണ്ടി റെഡിയായതാ. പെട്ടെന്ന് മീറ്റിങ്ങോ? ഇപ്പൊ വിളിച്ചതാ. 1-2 ഡോക്ടേഴ്സ് പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ പോയിട്ട് വരാം. ചിലപ്പോ കുറച്ച് ലേറ്റ് ആവും. ഞാൻ വിളിച്ചോളാം. അല്ല, ഹരിയേട്ടൻ എന്താ ഒരു ടെൻഷൻ പോലെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഡോക്ടേഴ്സ് മരുന്ന് വല്ലതും മാറി എഴുതി കൊടുക്കാൻ പറ്റോ ചെയ്തോ? അതൊന്നുമല്ല. എന്തോ ഹരിയേട്ടന്റെ വെപ്രാളം കണ്ടിട്ട് എന്തോ വലിയ പ്രശ്നമുള്ളതുപോലെ തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. ഇല്ല, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ സൂരജ് ജോലി ചെയ്യുന്ന സ്ഥലത്തിനടുത്താന്ന് തോന്നുന്നു. ഒരു വലിയ ആക്സിഡന്റ് ഉണ്ടായെന്ന് ടിവിയിൽ കാണിക്കുന്നുണ്ട്. കുറെ പേര് മരിച്ചെന്നും
കുറെ പേരെ കാണാതായി എന്നൊക്കെ പറയുന്നു. ഏതോ കൊക്കയിലേക്ക് ബസ് മറിഞ്ഞതാ. എന്തൊക്കെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ ആയിട്ട് ബസ്സിൽ കയറുന്നവരായിരിക്കും അല്ലേ? കൂടുതലും മലയാളികളാണെന്നാ പറയുന്നത്. കേരളത്തിലേക്ക് വരേണ്ട ബസ്സായിരുന്നു എന്ന്. ഇന്ന് വീട്ടിലെത്താന്ന് കരുതി കയറിയവര് അങ്ങനെ അങ്ങ് പോയി. ഇത്രയൊക്കെ ഉള്ളൂ ജീവിതം. എല്ലാം കഴിയാൻ ഒരു നിമിഷം മാത്രം. ആക്സിഡന്റ് എന്ന് കേൾക്കുമ്പോ നെഞ്ചിലൊരു തീയാ. സന്ദീപേട്ടനും ഇങ്ങനെയല്ലേ പോയത്? ഹരിയേട്ടൻ എന്താ ഒന്നും പറയാത്തത്? ഒന്നുമില്ല. ഹരിയേട്ടൻ മീറ്റിങ്ങിന്റെ ടെൻഷനിലാണെന്ന് തോന്നുന്നു. അതാ ഞാൻ ഇങ്ങനെ റേഡിയോ പോലെ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് ഒന്നും പറയാത്തത്. അത് സമയം ഞാൻ പോയിട്ട് വരട്ടെ ബീന. ഞാനിവിടെ ന്യൂസൊക്കെ കണ്ടിരിക്കാം. അയ്യോ വേണ്ട ബീന, അതൊന്നും കാണണ്ട. അതെന്താ? വെറുതെ എന്തിനാ മനസ്സ് വിഷമിക്കുന്നത്? ഹരിയേട്ടൻ പറഞ്ഞതും ശരിയാ. അപകടം പറ്റിയത് നമ്മുടെ ആർക്കും അല്ലെങ്കിലും കാണുമ്പോൾ വല്ലാത്ത സങ്കടം വരും. അത് കുറെ നേരം മനസ്സിൽ നിൽക്കുകയും ചെയ്യും. ഞാൻ അറിയട്ടെ ബീന. ശരി. അറിഞ്ഞ കാര്യം സത്യമാണെന്ന് ഉറപ്പാണോ മനോജേട്ടാ? അതെ തന്നെയാ. ഞാൻ ഹരിയെ വിളിച്ചിരുന്നു. ഹരി ആദർശം കൂടെ സംഭവ സ്ഥലത്തേക്ക് പോവുക. ഈശ്വര, സൂരജിന് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. നമ്മുടെ മുന്നിൽ കളിച്ചു വളർന്ന കുട്ടിയല്ലേ അവൻ. ആ ബോധം നിനക്ക് ഇപ്പോഴാണോ തോന്നുന്നത്? വിദ്യയും സൂരജും തമ്മിലുള്ള അടുപ്പം അറിഞ്ഞപ്പോ ഇക്കാര്യം എന്താ ഓർക്കാത്ത? മനോജേട്ടൻ എന്നെ കുറ്റപ്പെടുത്തുവാണോ? സൂരജിനെ എന്റെ മരുമകനായി ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. അത് മാത്രമല്ല, ബീനോട് എനിക്ക് നല്ല ദേഷ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ വീട്ടിലേക്ക് എന്റെ മോളെ വിവാഹം കഴിപ്പിച്ചു വിടാൻ ഞാൻ തയ്യാറായിരുന്നില്ല. എന്ന് കരുതി ആ കുട്ടിക്ക് അപകടം വരണമെന്ന് ആഗ്രഹിക്കുന്ന ദുഷ്ടയൊന്നുമല്ല ഞാൻ. അങ്ങനെയാണോ മനോജേട്ടൻ എന്നെ കരുതിയത്? ഏതായാലും വലിയ കഷ്ടമായി പോയി. ഈ വാർത്ത നമ്മളെങ്ങനെ വിദ്യ അറിയിക്കും? എനിക്കറിയില്ല എന്റെ മോൾ ഇതെങ്ങനെ സഹിക്കുമെന്ന്. അവൾക്ക് സൂരജിന് ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ വേദനിക്കുമെന്ന് അറിഞ്ഞിട്ടും അവൾ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറാതിരുന്നത്. അതെ, ഓർത്തിട്ടൊരു സമാധാനം കിട്ടുന്നില്ല. എന്റെ മോൾ എന്നെ വെറുക്കോ മനോജേട്ടാ? താൻ എന്തൊക്കെയായി പറയുന്നേ? ഇങ്ങനെ ഒരു അപകടം നടന്നതിൽ താൻ എന്ത് ചെയ്തു എന്നാ? നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടാണോ ഈ അപകടം പറ്റിയത്? ആ വണ്ടിയിൽ സൂരജ് മാത്രമായിരുന്നില്ലല്ലോ. സൂരജിനെ കൂടാതെ ഒരുപാട് പേരുണ്ടായിരുന്നു. അതൊക്കെ ശരിയാ. പക്ഷെ എന്റെ മോളുടെ മുന്നിൽ ഞാനൊരു തെറ്റുകാരിയാവില്ലേ? സൂരജിന് ഞാൻ പല കുറ്റങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയും അവനൊരു ആപത്ത് വരണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല. അതൊക്കെ എനിക്കറിയാം. തന്നെ ആരും കുറ്റം പറയില്ല. താൻ ഓരോന്നിങ്ങനെ ആലോചിച്ചു കൂട്ടി വിഷമിക്കാതെ. എനിക്ക് സമാധാനിക്കാൻ പറ്റുന്നില്ല മനോജേട്ടാ. ഞാൻ ഈ വിവാഹത്തിനെതിരെ പറയാതിരുന്നെങ്കിൽ സൂരജ് പോവില്ലായിരുന്നല്ലോ. ഇങ്ങനെയൊക്കെ വിഷമിക്കാൻ തുടങ്ങിയ ഞാൻ എന്ത് ചെയ്യും? താൻ മാത്രമല്ലല്ലോ, ബീനയും ഈ വിവാഹത്തിനെതിരെ നിന്നല്ലേ. ഒരു പക്ഷെ താൻ സമ്മതിച്ചാലും ബീനയ്ക്ക് അവരുടെ മകനെ മാറ്റി നിർത്തായിരുന്നില്ലേ? ബീനയുടെ കാര്യം ഓർക്കുമ്പോഴും വിഷമമുണ്ട്. അവൾ എനിക്ക് ഒരുപാട് ഉപദ്രവം ചെയ്തിട്ടുണ്ടെന്നുള്ളത് ശരിയാ. പക്ഷെ ബീന സൂരജിന്റെ നല്ലൊരു അമ്മയായിരുന്നു. സൂരജിന് വേണ്ടിയാ ബീന ജീവിച്ചത്. എന്നിട്ട് ഇങ്ങനൊരു പരീക്ഷണം എന്തിനാ ഈശ്വരൻ നടത്തിയത്? നമ്മൾ വിചാരിക്കുന്ന പോലല്ലല്ലോ തന്നെ കാര്യങ്ങൾ സംഭവിക്കുന്നത്. നമ്മൾ എന്തൊക്കെ ആഗ്രഹിച്ചാലും പ്ലാൻ ചെയ്താലും അതിനൊക്കെ മുകളിൽ ഈശ്വരൻ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ മാത്രമേ സംഭവിക്കൂ. സൂരജിന് ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്നായിരിക്കും ഈശ്വരന്റെ തീരുമാനം. മനോജൻ എങ്ങനെയാ ഇത്ര നിസ്സാരമായിട്ട് പറയാൻ സാധിക്കുന്നത്? സൂരജിന്റെ കാര്യത്തില് മനോജന് വിഷമമൊന്നും തോന്നുന്നില്ലേ? പിന്നെ വിഷമമില്ലാതിരിക്കുമോ? പക്ഷെ ഞാൻ തളർന്നാൽ നമ്മുടെ വിദ്യ ആരെ ആശ്വസിപ്പിക്കും? എനിക്ക് സൂരജ് വിശാലിനെ പോലെ തന്നെ. വിദ്യ അവനെ സ്നേഹിച്ചു തുടങ്ങി പിന്നെ ഒരു മകനോടുള്ള സ്നേഹവും കരുതലും ഒക്കെ തന്നെയാണ് എനിക്ക് സൂരജിനോടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ മനസ്സുകൊണ്ട് താനും ബീനയും ഈ വിവാഹത്തിന് സമ്മതിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. എന്നിട്ട് മനോജേട്ടൻ എന്നോട് അത് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ കൂടെ ആ സ്റ്റാൻഡ് എടുത്താൽ തനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം.
താൻ ആഗ്രഹിക്കുന്ന നമ്മുടെ മക്കളുടെ നന്മ മാത്രമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ സ്ഥിതിക്ക് തന്നെ ഞാൻ തനിച്ചാക്കാൻ പാടില്ലല്ലോ. നമ്മുടെ മോള് അവളെന്നെ വെറുക്കും മനോജേട്ടാ. അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ തന്നെ. സൂരജ് ആ അപകടം സംഭവിച്ച വണ്ടിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാ എന്ന് കരുതി അവന് ആപത്ത് പറ്റിയെന്നുള്ളതിന് തെളിവൊന്നുമില്ലല്ലോ. എനിക്കുറപ്പാ സൂരജ് തിരിച്ചു വരുമെന്ന്. അങ്ങനെ സംഭവിക്കണമെന്ന് എന്റെ പ്രാർത്ഥന. അല്ലെങ്കിൽ എന്റെ മനസ്സിൽ അതൊരു ഭാരമായിട്ട് അവശേഷിക്കും. എന്റെ ഈശ്വര, സൂരജിനെ ജീവനോടെ തിരിച്ചു തരണേ. അതിനെന്ത് നേർച്ച നൽകാനും ഞാൻ തയ്യാറാ. തനിത്ര പാവമാണ് പിന്നെ. ഇന്നലെ വരെ ദേഷ്യത്തോടെ മാത്രം പറഞ്ഞിരുന്ന പേരാ സൂരജിൻ്റേത്. ആ സൂരജിനൊരു അപകടം വന്നപ്പോ ദേഷ്യവും വാശിയും ഒക്കെ മാറ്റിവെച്ച് സൂരജിന് വേണ്ടി താൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, എന്റെ മുന്നിൽ കളിച്ചു വളർന്ന കുട്ടിയല്ല അവൻ. മനസ്സുകൊണ്ട് സൂരജിനെ ഞാൻ വെറുത്തിട്ടില്ല. പിന്നെ വിദ്യാബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ദേഷ്യം കാണിച്ചു എന്നുള്ളത് സത്യം തന്നെയാ. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി സൂരജ് സുരക്ഷിതമായി തിരിച്ചു വരണമെന്ന് മാത്രമേ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കൂ. എന്റെ ഭഗവാനെ, ആ കുട്ടിക്ക് ഒരു ആപത്തും വരുത്താതെ തിരിച്ചു തരണേ. താനിങ്ങനെ വിഷമിക്കാതെ. യാഥാർത്ഥ്യം എന്താണെങ്കിലും അത് അംഗീകരിച്ചേ പറ്റൂ. ഈശ്വര നിശ്ചയമാണെന്ന് കരുതണം. വിദ്യ ആശ്വസിപ്പിക്കേണ്ടത് നമ്മളാ. നമ്മളെ തളരാൻ പാടില്ല. ബീനമ്മേ, ബീനമ്മേ. ആഹാ, വീരമോളോ? ഒറ്റയ്ക്കേ ഉള്ളൂ? ആദർശ് വന്നില്ലേ? ഇല്ല, ആദർശേട്ടൻ വന്നില്ല. ഹരിയേട്ടൻ എന്തോ അത്യാവശ്യം മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് റെഡിയായി ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. വാ മോളിരിക്കേ. ഹലോ. ഹലോ മീര മാഡം, നമ്മുടെ സൂരജിന് എന്തോ ആക്സിഡന്റ് ആയെന്ന് കേൾക്കുന്നു. ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വിളിച്ചോളാം. അല്ല മാഡം, അത് ശരി, ഞാൻ വിളിച്ചോളാം. ഓഫീസിൽ നിന്നാ. ഇപ്പോ അത് സംസാരിക്കാൻ നിന്നാ സമയമെടുക്കും. സമയമെടുത്താൽ എന്താ? സംസാരിക്കാനുള്ള കാര്യമാണെങ്കിൽ സംസാരിച്ചല്ലേ പറ്റൂ. വീട്ടിലേക്ക് വന്നു എന്ന് കരുതി ഓഫീസിലെ കാര്യങ്ങൾക്ക് മുടക്കം വരാൻ പാടില്ലല്ലോ. ഓഫീസിൽ നിന്നാണോ? അതെ. മോള് ഫോൺ എടുത്ത് സംസാരിച്ചോ? ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. സംസാരിച്ചോ? ഇല്ല, കുഴപ്പമില്ല. ഞാനിപ്പോ വരാന്നേ. മോള് കോൾ എടുക്ക്. ഹലോ. ഹലോ മാം, ആദർശ് സാറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതാ മാമിനെ വിളിച്ചത്. പറഞ്ഞോളൂ. ആദർശേട്ടൻ അത്യാവശ്യമായിട്ട് കർണാടകയിലേക്ക് പോയിരിക്കുക. ഒരു ചെക്ക് സൈൻ ചെയ്ത് കിട്ടാനുണ്ടായിരുന്നു. ഇന്ന് തന്നെ കൊടുക്കേണ്ടത്. ഡീറ്റെയിൽസ് എനിക്കൊന്ന് മെസ്സേജ് ചെയ്തോളൂ. ഞാൻ ആദർശേട്ടനോട് പറഞ്ഞോളാം. ശരി മാഡം. അത്യാവശ്യമാണെങ്കിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്താൽ മതിയല്ലോ. ശരി മാം. ഓക്കെ. ഹലോ. അല്ല മീര മാം, മാമിന്റെ ബ്രദർ സൂര്യ സാറിന് ആക്സിഡന്റ് പറ്റിയെന്ന് കേട്ടു. ശരിയാണോ? സൂരജ് വന്ന വണ്ടിക്ക് എന്തോ സംഭവിച്ചു എന്ന് മാത്രമേ അറിയുള്ളൂ. ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല. ആദർശേട്ടനും അച്ഛനും ഒക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ആ ശരി മാം, ഒന്നും സംഭവിക്കാതിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ വിളിച്ചത്. ശരി. സൂരജിന് എന്തു പറ്റിയെന്നാ മീര പറഞ്ഞത്? ആദർശം ഹരിയേട്ടനും എങ്ങോട്ടാ പോയത്?
എന്നോടെന്താ ആരും ഒന്നും പറയാത്തെ? സൂരജിന് എന്താ സംഭവിച്ചേ? ബിനമ്മ ഒന്ന് വന്നേ. വാ പറ മോളെ. വാ, ഞാൻ പറയാം. ഇവിടെ ഇരിക്കേ, ഇരിക്കേ. എന്താ മീര? അത് ബിനമ്മേ, സൂരജിനോട്ട് വരാൻ പുറപ്പെട്ടതാ. ആ വണ്ടിക്ക് വരുന്ന വഴിക്ക് ഒരു അപകടം സംഭവിച്ചു.